പോയി കിടക്കടി. കൊല്ലണമെങ്കിൽ ആദ്യം എന്നെ കൊല്ല, എന്നിട്ട് മതി എന്റെ ശശിയേട്ടനെ. അത് എന്റെ ശശിയേട്ടനെ തല്ലി ഓടിച്ച ഞാൻ നിങ്ങൾക്ക് സമ്മതിക്കുമെന്ന് കരുതിയോ? 5 വയസ്സ് മുതൽ കൂടെ കൊണ്ടുനടന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയ ദിവാരേട്ടകൾ വലുതാണോ ഇന്നലെ കണ്ടൊരു ആശാരിച്ചക്കൻ? അതെ, എനിക്കിപ്പോ നിങ്ങളെക്കാൾ വലുത് അയാളാണ്. അപ്പോ ദിവാരേട്ടൻ നിനക്കാരുമല്ല. ഈ ജീവിതം മുഴുവൻ ഞാൻ മോഹിച്ചതും വിചാരിച്ചതൊക്കെ എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടില്ലെങ്കിലുണ്ടല്ലോ, ഈ റെയിൽപാളത്തിൽ നിന്ന് എന്റെ കൈയും കാലും ഒക്കെ പെരുക്കി കൂട്ടേണ്ടി വരും നിങ്ങൾക്ക്. മോനെ കേട്ടില്ലമ്മേ, ഞാൻ ആരുമല്ല. അമ്മേ എന്റെ ചീത്ത പറയുന്നല്ലേ? എന്തെങ്കിലും ഇല്ല മോനെ. മോളെ മോളെ എന്താച്ചാ? അമ്മന്റെ അമ്മ പുഴയെ പോയി. ഒരു 11 മണി ആകുമ്പോഴത്തേക്കും അമ്മയോട് പണിസ്ഥലത്തേക്ക് വരാൻ പറ. വാ കേറിയിരിക്ക. എവിടെ നിങ്ങളുടെ മരുമോൻ? അവനിവിടെ ഇല്ല, വീട്ടിൽ പോയിരിക്കുക. തത്തമംഗലത്തിന് 2 ദിവസം കഴിഞ്ഞ് വരും. ദിവാര, കഴിഞ്ഞത് കഴിഞ്ഞു, നീ ഉണ്ടാവാണ്ട് നോക്കുക. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ വിഷമം ആരും മനസ്സിലാക്കണ്ട. ഞാൻ വെറും കരിവേപ്പില. ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്കറിയുമെന്നറിയില്ല, തലയിൽ വെച്ച പേനരിക്കും താഴത്ത് വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞതല്ല ഞാൻ അവളെ വളർത്തിയത്. മുറപ്പെണ്ണാണെങ്കിലും എന്റെ സ്വന്തം അനിയത്തി അല്ല, മോളെ പോലെ ഞാൻ അവളെ നോക്കിയത്. ഓർമ്മയിൽ പോലും ഒരാണിന്റെ കണ്ണോടെ കണ്ടിട്ടില്ല. അതായിരിക്കും എന്റെ തെറ്റ്. അത് പോട്ടെ. കല്യാണം കഴിയുമ്പോ ഇതൊക്കെ അങ്ങോട്ട് മറക്കൂടാ. മറന്നില്ലെങ്കിലോ? വേണ്ട കുഞ്ഞുട്ടേട്ടാ, അവള് സുഖായിരിക്കണം, അത് മതി എനിക്ക്. ജാതിയുടെ കാര്യത്തിൽ പ്രശ്നമില്ലെങ്കിൽ അയാളുടെ അച്ഛനോട് അമ്മയോടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ വന്ന് കാണണം. എന്തിനാണ്? പെണ്ണു കാണാൻ, എന്നിട്ട് അവളെ കെട്ടാൻ. അത് നടക്കുമെന്ന് തോന്നണല്ലോ എനിക്ക്. നടന്നേ പറ്റൂ. ജാതി നോക്കിയിട്ടൊന്നുമല്ലോ സ്നേഹിച്ചത്, മോഹിപ്പിച്ചിട്ട്. ഇതെന്താ തമാശ? അങ്ങനെ ഊരിപ്പോവാനാണെങ്കിൽ അതവന്റെ അവസാന. ഓർത്തോ? എടാ, രാവിലെ കണ്ടോ നീ? കാട്ടിലേക്ക് കിടക്കുന്നത് കണ്ടോണ്ടാ ഞാനൊന്ന് കുളിക്കാൻ പോയത്. ഒന്ന് മുങ്ങി കയറി ചെന്നപ്പോഴേക്ക് ആളില്ല. ചതിച്ചല്ലോ തള്ളോ നിങ്ങൾ. ഇത് കട്ടൻ ചായ തരാൻ പറഞ്ഞിട്ട്? പഞ്ചസാരയില്ല, വാങ്ങാൻ വിട്ടിട്ടുണ്ട്. ഏട്ടനെ കാണാൻ ഒരു പെണ്ണ് വന്നിരിക്കണ. പെണ്ണോ? എങ്ങനെ കണ്ടുപിടിച്ചു? കരയില്ലേ? എന്താ പ്രശ്നം ഉണ്ടായത്? കരയാതെ കാര്യം പറയൂട്ടി. കാര്യമൊന്നും അറിയില്ലേ? ഞാൻ പോന്നു അവിടുന്ന്. എന്തിന്? എനിക്കിനി അവിടെ നിൽക്കാൻ വയ്യ. എന്നോട് എനിക്ക് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നു. പിന്നെ എവിടെ നിൽക്കും? അത് ഞാനാണ് തീരുമാനിക്കുന്നത്. ദിവാരേട്ടന്റെ വീട്ടിലേക്ക് ഞാനിനി പോവില്ല. പിന്നെ എന്താ ചെയ്യ? പത്മിനിയച്ഛന്റെ വീട്ടിലേക്ക് പോക്കൂടെ?
അതിനല്ല ഞാൻ വന്നത്. ഞാനിനി ശശിയേട്ടനെ വിട്ടു പോവില്ല. എവിടെയോ? അല്ലാണ്ട് ഞാൻ എങ്ങനെ പോവുക? കുട്ടി, കുട്ടിക്ക് എന്റെ സ്ഥിതി പറഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ടോ എന്റെ വീട്? ഈ വീട്ടിലാ അച്ഛനും അമ്മയും പെങ്ങന്മാരും അനിയനും ഞാനും ഒക്കെ താമസിക്കുന്നത്. ഇവിടെ എങ്ങനെയാ ഞാൻ കുട്ടിയെ? പിന്നെ എന്തിനാ എന്നെ സ്നേഹിച്ചത്? സ്നേഹിച്ചു, അത് ശരിയാണ്. പക്ഷേ വെറുതെ ഒരു തമാശ. അങ്ങനെ പറയരുത്. മനസ്സറിഞ്ഞു എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. കല്യാണം കഴിക്കുന്നത് മോഹമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് വയ്യ. രാധേ, രാധേ, കുട്ടി എന്താ ഇത്? നോക്കൂ, ഒരു വലിയ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ എന്റെ ചുമല്ല. ഞാൻ വലിയ ഗായകനാക്കാൻ ആശിച്ചത് എന്റെ അച്ഛൻ. ആശാരിപ്പണി പഠിപ്പിച്ചില്ല, സംഗീതം പഠിപ്പിച്ചു. 3 കൊല്ലം ഈ നശിച്ച വീടിന്റെ ഓട് മേമ്പള എന്റെ അച്ഛൻ വീടിന്. അന്ന് കിടന്ന കിടപ്പ എണീറ്റിട്ടില്ല, മിണ്ടിയിട്ടില്ല. അമ്മ, പെങ്ങന്മാര്, അനിയൻ, സംഗീതം മതിയോ? കഞ്ഞിവെള്ളമെങ്കിലും കൊടുക്കണ്ടേ? അതിനാ ഞാൻ ഉള്ളിയെടുത്തത്. ഞാൻ ആരോടൊന്നും പറയാറില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? കുട്ടി എനിക്ക് നഷ്ടപ്പെടാൻ വിഷമമാണ്. കാത്തിരിക്കണം. എവിടെ എവിടെ കാത്തിരിക്കും? എനിക്കൊരു പായ വരിക്കാൻ ഇടം കിട്ടിയാൽ മതി. അത്ര കാര്യമുണ്ടെങ്കിൽ എന്നോട് കാട്ടിക്കൂടെ? നോക്ക്, എന്റെ അച്ഛൻ, അമ്മ, പെങ്ങന്മാര്, ഒരു മുറിയുണ്ട്. ഇതിൽ ഞാൻ എവിടെയാ? കുട്ടിക്ക് ഒരു പായ വിരിച്ചു തരാം. മോനെ, ആ കുട്ടി പോയി രക്ഷപ്പെട്ടോട്ടടാ. പാവം. അവള് എന്റെ എന്റെ അവള് പാവം. എനിക്ക് മറിയില്ല.